ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം 9-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. കവിം പുരാണമനുശാസിതാരം അണോരണീയാം സമനുസ്മരേദ്യ സർവസ്യ ധാതാരമചിന്യരൂപം ആദിത്യവർണം തമസഃ പരസ്താത്. മലയാളം. തമസ്സകറ്റുന്ന രവിപ്രകാശൻ സമസ്തദാതാവതചിന്യരൂപൻ പുരാതനൻ ധർമ്മമുരച്ചിടുന്നോൻ അണുസ്വരൂപൻ കവിയാം പുമാനേ. മലയാളം വളരെ നല്ല ഇതിനോട് വൃത്തം ഒപ്പിച്ച് തന്നെ വളരെ ഭംഗിയിൽ എഴുതി വച്ചിട്ടുണ്ട്. അച്ഛനാണ് എഴുതിയിരിക്കുന്നത്. അച്ഛന് നമസ്കാരം. ഇപ്പോഴും അച്ഛനെ നമിക്കുന്നു. കാരണം അച്ഛനിത് മുഴുവനും ഇത്രയും ശ്രദ്ധിച്ച്, ഭഗവത്ഗീത മുഴുവനും ഇത്രയും ശ്രദ്ധിച്ച് ഇത്രയും ശ്ലോകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രോസ് എഴുതി വെച്ചിട്ടുണ്ട്. നാരായണീയം മുഴുവനും വൃത്താനുവൃത്തം തർജ്ജമ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ പദ്യത്തിന്, സംസ്കൃത പദ്യത്തിന് അനുസരിച്ചിട്ടുള്ള പദ്യരൂപം മലയാളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ കൃതികൾ എഴുതിയിട്ടുണ്ട്. അത്രയും മഹാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു തന്നെ പറയാം. നമ്മൾ നമ്മുടെ അച്ഛനെ പുകഴ്ത്തുകയല്ല, പക്ഷേ അത്രയും മഹാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എപ്പോഴും അവരെ നമിക്കുന്നു. അച്ഛനെയായാലും അമ്മയായാലും നമ്മളെപ്പോഴും മാതാപിതാക്കളോട് അത്രയും കടപ്പെട്ടിരിക്കുന്നു അല്ലേ. മലയാളം. യഹ കവിം പുരാണം അനുശാസിതാരം. ആരാണോ കവിയും സർവജ്ഞൻ, പുരാണം കാലാതീതനാണ്, അനുശാസിതാരം ലോകനിയന്താവാണ്, അണോഹോ അണീയാംസം അണുവിനേക്കാൾ ചെറുതാണ്, അണീയാംസം അണുവിനേക്കാൾ ചെറുതായിട്ടുള്ള ഇതാണ്, സർവസ്യധാതാരം എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നവനാണ്, അചിന്യരൂപം രൂപം എന്താണെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല, ആദിത്യവർണം സൂര്യനെപ്പോലെ പ്രകാശിക്കുന്നതാണ്, തമസ് പരസ്താത് തമസഹ പരസ്താത് തമസ് ഇരുട്ട്, ഇരുട്ടിനും അപ്പുറത്ത് അതീതമായി നിലകൊള്ളുന്നതാണ്, അനുസ്മരേത് നിരന്തരമായി ധ്യാനിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ നിരന്തരം ധ്യാനിക്കപ്പെടണം. നമ്മളുടെ ജീവിതാവസാനം വരെയും തന്നെ, ജനിക്കുമ്പോൾ മുതൽക്ക് അവസാനം വരെയും തന്നെ നമ്മൾ ഭഗവാനിൽ തന്നെ എല്ലാ കാര്യങ്ങളും അർപ്പിച്ച് വേണം ചെയ്യാമെന്ന് പറഞ്ഞു. അനുചിന്തയല്ലേ, എപ്പോഴും നിരന്തരമായിട്ട് ഭഗവാനെ പറ്റി ചിന്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയുള്ള ഒരു ഭഗവാനെ, അതായത് ഭഗവാന്റെ ഒരു സ്വരൂപം എന്താണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നത്. കുറേ വാക്കുകൾ ഇതിലും പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരോ വാക്കുകളായിട്ട് നമുക്ക് വിവരിക്കാം. അപ്പോൾ പരമാത്മാവിൽ ചിത്തമുറപ്പിക്കണമെങ്കിൽ നിരന്തരമായിട്ടുള്ള പരിശീലനം വേണം. അങ്ങനെയാണെങ്കിൽ മരണസമയത്തും പരമാത്മാവിനെ തന്നെ ധ്യാനിക്കാമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ആത്മാവിനെ നിരന്തരം ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് ആത്മാവിനെ പ്രാപിക്കാമെന്ന് പറഞ്ഞു. എങ്ങനെയുള്ള ആത്മാവാണ്? പ്രകാശസ്വരൂപിയായിട്ടുള്ള പരമാത്മാവാണ്. ധ്യാനവേളയിൽ ഒരു സാധകൻ്റെ മനസ്സ് പരമാത്മതയിലേക്ക് എത്താൻ, പരമാത്മതത്വത്തിലേക്ക് എത്താനുള്ള കുറച്ച് വിശേഷണ പദങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് എന്താണ് ഈ പരബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത്, എന്താണ്, അതിന് കുറച്ച് വിശേഷണങ്ങൾ തന്നിരിക്കുകയാണ്. കാരണം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലൂടെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രഹ്മാനുഭൂതി കൈവരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം പറയുന്ന വാക്ക് കവിഹി എന്നാണ്, സർവജ്ഞനാണ്. നമ്മളുടെ ചിന്തകളെയെല്ലാം ആത്മചൈതന്യമാണ് പ്രകാശിപ്പിക്കുന്നത്. ആ ആത്മചൈതന്യം തന്നെയാണ് എല്ലാവരിലും കുടികൊള്ളുന്നത്. അപ്പോൾ എല്ലാവരുടെയും വികാര വിചാരങ്ങളെ പ്രകാശിപ്പിക്കുന്ന പരമചൈതന്യമാണ്. അതുകൊണ്ട് എല്ലാം അറിയുന്നവൻ എന്നർത്ഥം. അതിനെയാണ് കവി എന്ന് പറഞ്ഞത്. ഇനി പുരാണ, പണ്ടേ ഉള്ളതാണ്. ഇതിൻ്റെ
ജഗത്തിൻ്റെ ഉൽപ്പത്തിക്ക് മുൻപേ ഉള്ളതാണ്. ജഗത്ത് എന്താണ്? നശ്വരമാണ്, അതിനും മുന്നേ ഉണ്ടായിട്ടുള്ളതാണ്. ഇനി സർവ്വ സൃഷ്ടികളും നശിച്ചാലും ഇത് നിലനിൽക്കും. എന്തൊക്കെ നശിച്ചു പോയാലും എന്നും നിലനിൽക്കുന്നതാണ്. അതാണ് പുരാണഃ. ഇനി അനുശാസിതഃ, ആത്മചൈതന്യത്തിൻ്റെ ഒരു സാന്നിധ്യം അല്ലേ, പ്രസൻസിലാണ് എന്ത് ഇന്ദ്രിയ മനോബുദ്ധികൾ മുഴുവനും വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും എല്ലാ കർമ്മങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത നിമിഷം നിശ്ചയിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് ആരാണോ? ആത്മാവ്. ആത്മാവിനെ നിയന്ത്രിക്കുന്നവനാണ് അനുശാസിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയ മനോബുദ്ധികളെ മുഴുവനായിട്ടും ഒരു പ്രത്യേക രീതിയിൽ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതാണ് അനുശാസിത എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങളുടെയും പാപങ്ങളുടെയും ഒക്കെ കണക്ക് നോക്കിയിട്ട് നിങ്ങളൊക്കെ കുറേ പാപപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നരകത്തിൽ നിങ്ങൾ കുറേ പുണ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് സ്വർഗമിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊന്നുമല്ല. അതൊക്കെ നമ്മൾ വിശ്വാസങ്ങൾ മാത്രമാണ്. നീ അത് ചെയ്താൽ സ്വർഗത്തിൽ പോവും, അത് ചെയ്താൽ നരകത്തിൽ പോകുന്നു, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും നല്ലതായിരിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് പണ്ടുള്ള ആൾക്കാർ അങ്ങനെ പറഞ്ഞു തരുന്നതാണ്. അടുത്തത് അണോരണീയാൻ എന്നാണ്. അണുവിനേക്കാൾ ചെറുതാണ്, ഏറ്റവും ചെറുതാണ് ആറ്റം, അതിസൂക്ഷ്മമായിട്ടുള്ളതാണ് ആറ്റം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ സൂക്ഷ്മമാണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ സൂക്ഷ്മം എന്ന് പറയണത് അതിന് അതിൻ്റെ ഒരു വ്യാപ്തിയാണ്. ഇപ്പോൾ ഒരു ഐസ് കട്ടയേക്കാൾ അത്രയും തന്നെ ഒരു ഐസ് കട്ട എത്രയെങ്കിലും ഒരു ഭാരം എടുക്കുകയാണ് നമ്മൾ, ഒരു ഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ഒരളവ്, അത്ര തന്നെ വെള്ളം എടുക്കുമ്പോൾ ഐസ് ഇരിക്കുന്ന അത്ര സ്പേസ് പോരാ, അല്ലെങ്കിൽ അത്രയും സ്ഥലം പോരാ ഈ വെള്ളത്തിന്. ഇനി അത് തന്നെ ആവിയാവുകയാണെങ്കിലോ കുറച്ചും കൂടെ സ്പേസ് വേണം അല്ലേ. അങ്ങനെ എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നത് എന്നാണ് അണോരണീയാൻ എന്ന് പറഞ്ഞത്. ഇനി സർവസ്യധാത, സർവചരാചരങ്ങളെയും നിലനിർത്തുന്നതാണ്. അതായത് ഈ ജഗത്തിനെ മുഴുവനായിട്ടും താങ്ങി നിർത്തുന്ന പരമാത്മാവാണ്. അചിന്ത്യരൂപം, നമുക്ക് രൂപം ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ഇന്ന രൂപത്തിൽ കാണൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ചിന്തിക്കാൻ പറ്റില്ല, ശരിക്കും രൂപം ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾക്ക് സഹായത്തിന്, നമ്മൾക്ക് ഏകാഗ്രത കിട്ടാനായിട്ട് നമ്മൾ ഭഗവാനെ ഒരു രൂപമായിട്ട്, ഒരു സ്വരൂപമായിട്ട് ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും അചിന്ത്യനാണ്. വിഷയവികാരം ഒന്നും ഇല്ല. അത് വിഷയവികാര ആയിട്ടുള്ള വസ്തുക്കളെ ഇന്ദ്രിയ മനോബുദ്ധികൾ കൊണ്ട് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇന്ദ്രിയ മനോബുദ്ധികൾ കൊണ്ട് നമ്മൾ ഇന്നത്തെ സംസാര ലോകത്തിലുള്ള പല കാര്യങ്ങളെയും തിരിച്ചറിയുന്നു. പക്ഷെ അതൊന്നും അല്ല സത്യമല്ലോ. അവയ്ക്കെല്ലാം ആധാരമായിട്ടുള്ള ഒരു സത്യവസ്തുവുണ്ട്. അത് നമുക്ക് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അനുഭവങ്ങളിലൂടെ അറിയാൻ മാത്രമേ സാധിക്കുള്ളൂ അല്ലേ. ഭഗവാന്റെ പ്രസൻസ് എപ്പോഴും, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഭഗവാന്റെ പ്രസൻസ് നമുക്ക് അറിയണമെങ്കിൽ അനുഭവങ്ങൾ വേണം. അല്ലാതെ നമുക്ക് ഒരാളായിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട് ഒരു കാര്യവും ഭഗവാൻ ചെയ്തു തരാൻ പോകുന്നില്ല. അതൊക്കെ അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും താല്പര്യമാണ്. അതൊക്കെ അർത്ഥം അവരെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇതിനെല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന, നേരത്തെ പറഞ്ഞു, സർവ്വനിയന്താവാണ് അല്ലേ. അങ്ങനെ എല്ലാറ്റിൽ നിന്നും എല്ലാവരെയും കൺട്രോൾ ചെയ്ത് അതിനും അപ്പുറത്തുള്ള ഒരു സത്യം, അതിനെയാണ് എന്ത് പറഞ്ഞത്? അചിന്ത്യരൂപം. ഭഗവാന്റെ രൂപം അചിന്യമാണെന്ന് പറഞ്ഞത്. ഇനി ആദിത്യവർണം എന്നാണ് പറയുന്നത്. ആദിത്യവർണം എന്ന് പറയുന്നത് സൂര്യനെ പോലെ പ്രകാശിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇന്ദ്രിയ മനോബുദ്ധികൾ ഉള്ള ഒരു പരിധിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ മാത്രമേ ലൗകികരായിട്ടുള്ള നമ്മൾക്കെല്ലാം മനസ്സിലാവുള്ളൂ. അതിനപ്പുറത്തുള്ള ഒരു സത്യാവസ്ഥ എന്ന് നേരത്തെ വിശേഷിപ്പിച്ചു. ആ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവില്ല, അത് അനുഭവം കൊണ്ട് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ സ്വപ്നത്തിലാണെങ്കിൽ നമ്മൾക്ക് സ്വപ്നത്തിൽ പലതരം സ്വപ്നങ്ങൾ നമ്മൾ കാണും. സുന്ദര സ്വപ്നങ്ങൾ കാണും, ദുഷ്ടസ്വപ്നങ്ങൾ കാണും അല്ലേ. ഒരു സ്വപ്നത്തിൽ എന്നെ ആക്രമിക്കാൻ വരുന്ന ഒരാളെ ഒരു കത്തിയെടുത്ത് കുത്തി കൊല്ലുകയാണ്. നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ അതുണ്ടോ? ശത്രു ഉണ്ടോ അവിടെ? ഇല്ല. അയാളെ കൊന്ന കത്തിയുണ്ടോ? ഇല്ല. ഇനി അയാളുടെ മേലിൽ നിന്ന് ഞാൻ കുത്തിയപ്പോൾ വന്ന ചോരക്കറകളുണ്ടോ? അതുമില്ല.
ഒന്നുമില്ല. ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ മാത്രം. അപ്പോൾ ഒന്ന് സ്വപ്നാവസ്ഥയാണ്, ഒന്ന് ഉണർന്ന അവസ്ഥയാണ്. അപ്പോൾ ആത്മജ്ഞാനം നേടിയിട്ടുള്ള ഒരാൾക്ക് ഈ സംസാരമാകുന്ന സ്വപ്നത്തിൽ നിന്ന് ആത്മസ്വരൂപത്തിലേക്ക് ഉണരാനായിട്ട് കഴിയും. അങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ ജീവനല്ല, പരമാത്മാവാണ് എന്ന സത്യം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് എങ്ങനെ വിശേഷിപ്പിച്ചത്? ആദിത്യവർണം എന്ന് വിശേഷിപ്പിച്ചത്. ഇനി അടുത്ത് പറയുന്നത് തമസപരസ്താദ് എന്നാണ്, ഇരുട്ടിനും അപ്പുറമുള്ളത്. അപ്പോൾ സൂര്യനെ പോലെ പ്രകാശിക്കുന്നതാണ്. പക്ഷേ അപ്പോൾ ഒരു ചെറിയ സംശയം, ഇവിടെ തമസപരസ്താദ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സൂര്യൻ്റെ തേജസ് പകൽ മാത്രമല്ലേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ, രാത്രി സൂര്യൻ ഉദിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആത്മാനുഭൂതി അങ്ങനെ തന്നെയാണോ? ചിലപ്പോൾ അങ്ങനെ രാവിലെ കാണുന്ന പോലെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, അങ്ങനെയാണോ? അല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇരുട്ടിനും അപ്പുറത്ത് എന്ന് പറഞ്ഞത്. സൂര്യനാവുമ്പോൾ രാവിലെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ആത്മാവിനങ്ങനെ ഇനി രാവിലെ തന്നെ പകൽ സമയത്ത് തന്നെ സൂര്യൻ്റെ വെളിച്ചം എല്ലാ സമയത്തും ഒരുപോലെയല്ല. രാവിലെ 6 മണിക്കുള്ള പ്രകാശമല്ല ഉച്ചയ്ക്കുള്ളത്, കുറച്ചും കൂടെ അത്യുജ്വലിച്ച് നിൽക്കുന്ന സൂര്യനാണ് അല്ലേ. ഇനി വൈകുന്നേരം സന്ധ്യയ്ക്ക് 6 മണി കഴിഞ്ഞാലോ വീണ്ടും നമ്മൾക്ക് ഉച്ചനേരത്തെ സൂര്യനെയാണോ കാണാൻ പറ്റുന്നത്? അല്ല. അപ്പോൾ ആ വെളിച്ചത്തിനും ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഇവിടെ ആത്മാവാകുന്ന സൂര്യന് എന്തില്ല? ഒന്നുമില്ല. ഇങ്ങനെ കുറച്ച് കൂടിയിട്ട് കുറച്ച് കുറഞ്ഞിട്ട് എന്നുള്ള അവസ്ഥകളൊന്നും ഇല്ല. അത് ഇരുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനമാണ്. അജ്ഞാനത്ത് ഈ ഒരു മായയാവുന്ന ഒരു ആവരണം കൊണ്ട് പൊതിഞ്ഞു വെച്ചേക്കുകയാണ് അല്ലേ. ആ മായയ്ക്കും അപ്പുറത്താണ് ആര്? ആത്മസൂര്യൻ. ആത്മസൂര്യന് ഉദയവുമില്ല അസ്തമയവുമില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പരമാത്മാവിനെ ധ്യാനിച്ച് നമ്മൾ പരമപുരുഷനെ പ്രാപിക്കുന്നു, ഭഗവാനെ തന്നെ പ്രാപിക്കുന്നു എന്നാണ് ഈ 4 വരികളുടെ അർത്ഥം. 9ാമത്തെ ശ്ലോകം. ഇനി 10ാമത്തെ ശ്ലോകത്തിലും ഇതുപോലെ തന്നെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വിശേഷണങ്ങളുള്ള ഭഗവാനെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ വ്യക്തമാക്കുന്നതാണ് 10ാമത്തെ ശ്ലോകം. അത് അടുത്ത ദിവസം വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മകൽപ്പേതുമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.